ഈശോയും യൂദാസ് കറിയോത്തായും ജോണിനെയും തീക്ഷ്ണമതി സൈമനെയും കണ്ടുമുട്ടുന്നു. 1945 ജനുവരി 6. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള മതിലിലെ ഒരു കവാടത്തിനടുത്ത് ഈശോ യൂദാസ് കറിയാത്തയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കാണുന്നു. അയാൾ വരുമെന്ന് തീർച്ചയുണ്ടോ? യൂദാസ് ചോദിച്ചു. തീർച്ച. ഇന്ന് രാവിലെ ബെഥനിയായിൽ നിന്നും പുറപ്പെടേണ്ടതാണ്. ഗെത്സെമനിയിൽ വന്ന് എൻ്റെ ആദ്യ ശിഷ്യനെ കാണേണ്ടതാണ്. അല്പനേരം നിശബ്ദമായി നിന്നിട്ട് ഈശോ പെട്ടെന്ന് യൂദാസിനെ സസൂക്ഷ്മം നോക്കുന്നു. യൂദാസിൻ്റെ നേരെ മുമ്പിലാണ് ഈശോ നിൽക്കുന്നത്. യൂദാസിൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് ഈശോ ചോദിച്ചു, നിന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തുകൊണ്ടാണ് എനിക്ക് വെളിപ്പെടുത്താത്തത്? ഏത് ചിന്തകൾ? എനിക്ക് തൽക്കാലം അങ്ങനെ ചിന്തയൊന്നുമില്ല. ഞാൻ വേണ്ടതിലേറെ ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ഞാൻ മിണ്ടുന്നില്ല എന്ന് ഏതായാലും പറയാനാകില്ല. നീ എന്നോട് ഏറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നഗരത്തെപ്പറ്റിയും നഗരവാസികളെപ്പറ്റിയും ഏറെ വിവരങ്ങൾ തരുന്നുമുണ്ട്. പക്ഷേ നീ നിൻ്റെ ഹൃദയം തുറന്നു സംസാരിക്കുന്നില്ല. നിൻ്റെ ചിന്താമാരം ഇറക്കി വയ്ക്കുന്നില്ല. ഇന്നയാൾക്ക് ഇത്ര സ്വത്തുണ്ട്, ഈ കുടുംബത്തിൽ ഇത്ര പേരുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ട് എനിക്കെന്ത് പ്രയോജനം? എങ്ങനെയെങ്കിലും സമയം കളയാൻ വന്നവനല്ല ഞാൻ. എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എൻ്റെ ശിഷ്യന്മാരുടെ ഗുരുവായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി ഞാൻ കരുതുന്നു. ആത്മാർത്ഥതയും വിശ്വസ്തതയും എൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നിൻ്റെ അപ്പനു നിന്നെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൻ എന്നെ വളരെ ഇഷ്ടമായിരുന്നു. എന്നെപ്പറ്റി വലിയ മതിപ്പായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയാൽ മടങ്ങിയെത്തിയപ്പോഴും ജെറുസലത്ത് നിന്ന് കറിയോത്തിലേക്ക് മടങ്ങിയപ്പോഴും എൻ്റെ അനുഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾക്കാൻ അപ്പൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചെയ്യുന്നതിലെല്ലാം അപ്പൻ താല്പര്യം കാണിച്ചു. ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ അപ്പൻ സന്തോഷിക്കും. അബദ്ധം കാണിച്ചാൽ സാരമില്ല എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കും. വല്ലപ്പോഴും നാമൊക്കെ അബദ്ധം കാട്ടാറുണ്ടല്ലോ. എന്നെ ശാസിക്കുമ്പോൾ ശാസന ഞാൻ അർഹിക്കുന്നതാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ അടങ്ങിയിരിക്കുന്ന അനീതി ചൂണ്ടിക്കാട്ടും. പക്ഷേ എല്ലാം സ്നേഹപൂർവ്വം സൗമ്യമായി ചെയ്യും. എൻ്റെ മൂത്ത സഹോദരനെ പോലെയാണ് അപ്പൻ പെരുമാറിയിരുന്നത്. എൻ്റെ യൂദാസ് നീതിപൂർവ്വം പെരുമാറണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ മകനിലൂടെ അനുഗ്രഹീതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പൻ കൂടെ കൂടെ പറയുമായിരുന്നു. എൻ്റെ അപ്പനാ. ഈ നേരമത്രയും ഈശോ ശിഷ്യനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പനെപ്പറ്റി യൂദാസ് പറഞ്ഞത് ഈശോയെ ഗാഢമായി സ്പർശിച്ചു, വികാരധീനനാക്കി. ഈശോ പറഞ്ഞു, യൂദാസേ, ഞാൻ പറയുന്നത് ദൃഢമായി വിശ്വസിച്ചുകൊള്ളൂ. എൻ്റെ വിശ്വസ്തനായ ശിഷ്യനാകുന്നതിനേക്കാൾ നിൻ്റെ അപ്പന് പ്രിയങ്കരമായി ഒന്നുമുണ്ടായിരിക്കുകയില്ല. നീ പറഞ്ഞ രീതിയിൽ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിൻ്റെ പിതാവ് ഒരു നീതിമാനായിരുന്നിരിക്കണം. നീ എൻ്റെ ശിഷ്യനായി തീരുന്നത് കണ്ട് അപ്പൻ്റെ ആത്മാവ് സന്തോഷിക്കും. മരിച്ചവർ വെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കുന്നിടത്താണല്ലോ നിൻ്റെ പിതാവ്. എന്നാൽ എൻ്റെ ശിഷ്യനാകുന്നതിന് നീ സ്വയം പറയണം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ പിതാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരനെ പോലുള്ള അപ്പൻ. അപ്പനെ ഞാൻ ഈശോയിൽ കണ്ടെത്തി. ഞാൻ ഈശോയോട് എല്ലാം തുറന്നു പറയും. പിതാവിൻ്റെ മരണത്തിൽ ഞാനിപ്പോഴും ദുഃഖിക്കുകയാണ്. ഈശോയിൽ നിന്നും മരിച്ചുപോയ അപ്പനിൽ നിന്നെന്ന പോലെ അനുഗ്രഹവും ഉപദേശവും കാരുണ്യം നിറഞ്ഞ കുറ്റപ്പെടുത്തലും നീ സ്വീകരിക്കും. ദൈവം നിനക്ക് ഈ അനുഗ്രഹം നൽകട്ടെ. ഈശോയൊന്നും നിന്നെപ്പറ്റി നീ നല്ലവനാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നു പറയാൻ ഇടയാവട്ടെ. ഈശോയെ, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും അപ്പൻ ആഗ്രഹിച്ചിരുന്നത് പോലെയും നല്ലവനാകാൻ ഞാൻ ശ്രമിക്കും, പാടുപെടും. അമ്മയ്ക്ക് എന്നെ ഓർത്ത് വേദനിക്കേണ്ടി വരില്ല. അമ്മ പറയുമായിരുന്നു, മകനെ, നിനക്ക് നേർവഴി കാട്ടിത്തരാൻ ഇപ്പോൾ ആരുമില്ല. അങ്ങനെ ഒരാളെ നിനക്ക് ഇനിയും ആവശ്യമുണ്ട്. എനിക്ക് വഴികാട്ടിയായി അങ്ങുണ്ട് എന്നവൾ അറിയുമ്പോൾ വേറൊരു മനുഷ്യനും സാധിക്കാത്തത്ര ഞാൻ നിന്നെ സ്നേഹിക്കും, അഗാധമായി സ്നേഹിക്കും. ഇപ്പോൾ തന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഇല്ല ഗുരു, ഇല്ല. എൻ്റെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു. അസൂയ, കേമനാകാനുള്ള മോഹം, സുഖലോലുപത, ഇതെല്ലാം എൻ്റെ മനസ്സാക്ഷിയുടെ സ്വരവുമായി ഉള്ളിൽ ഏറ്റുമുട്ടി. ഈ അടുത്ത നാൾ വരെ ഞാനേറെ സഹിക്കുന്നതിന് അങ്ങ് കാരണമായി എന്ന് പറഞ്ഞാൽ ശരിയല്ല. യഥാർത്ഥത്തിൽ അങ്ങല്ല കാരണം. എൻ്റെ നെറുകെട്ട പ്രകൃതം. അങ്ങയുടെ ഒന്നാമത്തെ ശിഷ്യൻ, മുഖ്യ ശിഷ്യൻ ഞാനാണെന്ന് കരുതി. ഇപ്പോൾ അങ്ങ് പറയുന്നു അങ്ങേക്ക് വേറൊരു ശിഷ്യനുണ്ടെന്ന്. നീ അവനെ കണ്ടിട്ടുണ്ടല്ലോ.
പെസഹ തിരുനാളിന് ഞാൻ ദേവാലയത്തിൽ വന്നപ്പോൾ ഗലീലിയക്കാരായ ഏറെ പേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവർ വെറും കൂട്ടുകാരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ മഹത്തായ ഒരു ദൗത്യത്തിന് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാനാണെന്ന് ധരിച്ചു. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവനും. എൻ്റെ ഹൃദയത്തിൽ ആദ്യത്തവൻ അവസാനത്തവൻ എന്ന വ്യത്യാസമില്ല. ആദ്യത്തവൻ തെറ്റ് ചെയ്യുകയും അവസാനം വന്നവൻ പരിശുദ്ധനായിരിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തമ്മിൽ വ്യത്യാസം കാണും. എന്നാൽ ഞാൻ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കും. നീതിമാനെ സന്തോഷത്തോടെ സ്നേഹിക്കും, പാപിയെ വേദനയോടെ സ്നേഹിക്കും. ഇതാ ജോണും സൈമണും വരുന്നു. എൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് ജോൺ. 2 ദിവസം മുമ്പ് നിന്നോട് സൈമനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. സൈമനെ നീ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഓ, ആ കുഷ്ഠരോഗി, എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ അങ്ങയുടെ ശിഷ്യനായി കഴിഞ്ഞു. അയാൾ സുഖം പ്രാപിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ. പിന്നെ എനിക്ക് ശിഷ്യത്വം ലഭിക്കാൻ ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? യൂദാസേ, എനിക്ക് തെറ്റുപറ്റി. ഗുരു ക്ഷമിക്കണം. ജോൺ ഈശോയെ സൈമന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും ഈശോയുടെ അടുത്തേക്ക് ധൃതിയിൽ വരുന്നു. ജോണും ഈശോയും പരസ്പരം ചുംബിക്കുന്നു. എൻ്റെ രക്ഷകൻ മഹത്വപ്പെട്ടവനാകട്ടെ. അങ്ങയുടെ ദാസൻ്റെ പ്രവൃത്തികൾ ദൈവത്തിനു മുമ്പിൽ പവിത്രമാകുന്നതിന് അവനെ അനുഗ്രഹിക്കുക. അങ്ങയെ എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാൻ എന്നെ അനുഗ്രഹിക്കുക. ഈശോ സൈമൻ്റെ തലയിൽ കൈവയ്ക്കുന്നു. നിന്റെ ജോലി ഭംഗിയായി ചെയ്തതിന് നിനക്ക് നന്ദി പറയുന്നതിൻ്റെ സൂചകമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എഴുന്നേൽക്കൂ. ഇത് ജോൺ, ഇത് സൈമൺ, ഇതെൻ്റെ അവസാനത്തെ ശിഷ്യൻ. സത്യത്തെ പിന്തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങൾക്കെല്ലാം ഒരു സഹോദരനെ പോലെ ആയിരിക്കണം. അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു. 2 യൂദയാക്കാർ ജിജ്ഞാസയോടും ജോൺ ഹാർദവുമായും അഭിവാദ്യം ചെയ്യുന്നു. സൈമൺ, നീ ക്ഷീണിച്ചോ? ഈശോ ചോദിച്ചു. ഗുരു, ഇല്ല. എൻ്റെ വ്യാധി മാറിയപ്പോൾ ഇതിനു മുമ്പെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു ഉന്മേഷം. നീ നിൻ്റെ ഉന്മേഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് നീ മിശിഹായെപ്പറ്റി അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സൈമന് സന്തോഷമായി. അയാൾ പുഞ്ചിരിച്ചു. കഴിഞ്ഞ രാത്രി ഞാൻ അങ്ങയെപ്പറ്റി ഒരാളോട് സംസാരിച്ചു, ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എന്തെങ്കിലും അയാളെ അങ്ങ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങയെ അയാളുടെ അടുത്ത് വിളിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. അത് സംഭവിക്കാവുന്നതേയുള്ളൂ. യൂദാസും സംഭാഷണത്തിൽ പങ്കുചേർന്നു. ഗുരു, യൂദയായിൽ അങ്ങ് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വരും. എൻ്റെ വരവിനെപ്പറ്റി സൈമൺ ജനങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സമയം കുറവാണ്. പ്രബോധനം ലഭിക്കേണ്ട ആളുകളേറെ. ഇപ്പോൾ ഞാൻ സൈമൻ്റെ കൂടെ പോകുന്നു. നിങ്ങൾ രണ്ടാളും ഇന്ന് വൈകുന്നേരം ഒലിവുമലയിലേക്കുള്ള റോഡിൽ വെച്ച് എന്നെ വന്ന് കാണണം. പാവങ്ങൾക്ക് പണം വീതിച്ചു കൊടുക്കണം. ഇപ്പോൾ പോയിക്കോളൂ. ഈശോയും സൈമനും തനിയെ ആയപ്പോൾ ഈശോ ചോദിച്ചു, ബെഥനിയയിലെ ആ മനുഷ്യൻ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനാണോ? അതെ, അയാൾ നല്ലവനാണ്. അയാളുടെ ചിന്താഗതി ഇപ്പോഴത്തെ പൊതുവായ ചിന്താഗതിയാണ്. പക്ഷേ മിശിഹായുടെ വരവിന് വേണ്ടി ദാഹിക്കുന്ന ഒരാളാണ് അയാൾ. മിശിഹ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പെട്ടെന്നുള്ള പ്രതികരണം, ഞാൻ ഭാഗ്യവാനാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നായിരുന്നു. ഒരു ദിവസം നമുക്ക് അയാളെ ചെന്ന് കാണണം. അയാളുടെ വീടിനെ നമുക്ക് ആശീർവദിക്കാം. പുതിയ ശിഷ്യനെ നീ കണ്ടല്ലോ? കണ്ടു. ചെറുപ്പമാണ്, ബുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു. ബുദ്ധിമാനാണ്. നീ യൂദയക്കാരനായതുകൊണ്ട് അയാളോട് കൂടുതൽ സഹാനുഭൂതി കാട്ടണം. അയാളുടെ ചില അഭിപ്രായങ്ങൾ നിങ്ങളെ ചൊടിപ്പിക്കുന്നത് ആയിരിക്കും. ഇത് അങ്ങയുടെ ആഗ്രഹമാണോ, ആജ്ഞയാണോ? ഒരു തരം ആജ്ഞ. നീ വേദന അനുഭവിച്ചവനാണ്. അതുകൊണ്ട് കൂടുതൽ ക്ഷമിക്കാനും സഹാനുഭൂതി കാട്ടാനും നിനക്ക് കഴിയും. ദുഃഖങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നു. അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാൽ സർവ്വസംഗതികളിലും അയാളോട് ക്ഷമാപൂർവ്വം ഞാൻ പെരുമാറും. അങ്ങനെ ആകട്ടെ. ഒരുപക്ഷെ പത്രോസ് മാത്രമായിരിക്കില്ല, വേറെ പലരും ഉണ്ടാകും. ഞാൻ യൂദാസിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാട്ടുന്നത് കൊണ്ട് അസ്വസ്ഥനായെന്നും വരും. ഒരു ദിവസം അവർക്കെല്ലാം മനസ്സിലാകും. ഒരാൾക്ക് ദൗർബല്യം കൂടുന്തോറും കൂടുതൽ പരസഹായം ആവശ്യമായി വരും. മറ്റുള്ളവർ എന്നോട് ഇടപെടുന്നത് കൊണ്ട് തന്നെ സ്വയം രൂപപ്പെട്ടുകൊള്ളും. എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം എനിക്കില്ല. മനുഷ്യൻ്റെ ഇച്ഛാശക്തി, അതാണ് എനിക്ക് വേണ്ടത്. ഒരു മനുഷ്യനെ മെരുക്കിയെടുക്കാൻ, രൂപപ്പെടുത്താൻ മറ്റുള്ളവരുടെ സഹായവും വേണം. നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങളുടെ സഹായത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഗുരു, അയാൾ അങ്ങയെ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ അയാൾ ചെറുപ്പമാണ്. ജെറുസലേം പട്ടണത്തിൽ വളർന്നവനാണ്. അങ്ങയുടെ സാമീപ്യം കൊണ്ട് അവൻ നല്ലവനാകും. പട്ടണത്തിൽ പഠിച്ച് വഷളത്വമെല്ലാം ഉപേക്ഷിക്കും.
തീർച്ച, ഞാൻ പ്രായം ചെന്ന മനുഷ്യനായിരുന്നു. വിദ്വേഷം കൊണ്ട് എൻ്റെ ഹൃദയം കല്ലുപോലെയായിരുന്നു. എന്നിട്ടും അങ്ങയെ കണ്ടതോടുകൂടി ഞാൻ വേറൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു, തികച്ചും പുതിയ ഒരാൾ. ഈശോ പറഞ്ഞു, അങ്ങനെ ആയിക്കൊള്ളട്ടെ. പിന്നീട് സ്വരമുയർത്തി പറഞ്ഞു, നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം, ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാം. ദർശനം അവസാനിക്കുന്നു.